നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി അലക്സ് ട്രാവൽ ആൻഡ് ടേസ്റ്റ് ബഡ്സിലേക്ക് ഒരുപാട് സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് അയർലൻഡിലെ വളരെ മനോഹരമായ ഒരു നേച്ചർ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. വിക്ലോയിലെ ബിയോണ്ട് ദ ട്രീസ് അവൊണ്ടെയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. റാട്രം അല്ലെ അവൊണ്ടെയിൽ ഫോറസ്റ്റ് പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ ഫുഡിൻ്റെ പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു നല്ല പാർക്കുണ്ട്. ഓരോ സ്ഥലത്തും ഇതിങ്ങനെ എഴുതി, ഇതാണ് എൻട്രൻസ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ അറൗണ്ട് ഒരു 1.4 കിലോമീറ്റർ നമ്മൾ ഈ ട്രീയിലും ഇങ്ങനെ ട്രീകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തടി ഉണ്ടാക്കിയിട്ടുള്ള ഈ പാലത്തിൽ കൂടെ ചെന്നിട്ട് ഏറ്റവും മുകളിലോട്ട് കയറുന്ന ഒരു അനുഭവം, വളരെ നല്ലതായിട്ടുള്ളൊരു അനുഭവമാണ് കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ അവസാനം വരെ കാണാനായിട്ട് മറക്കരുത്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അവൊണ്ടെയിൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വിക്ലോ മൗണ്ടൻ്റെ താഴ്വരയിൽ അവോക്ക റിവറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയും ചരിത്രവും ഒരുമിച്ച് ചേർന്നൊരു എസ്റ്റേറ്റാണ്. ചാൾസ് സ്റ്റുവർട്ട് പാർണലിൻ്റെ ജന്മസ്ഥലം എന്ന നിലയിലാണ് ഈ സ്ഥലം പ്രശസ്തമായത്. ഇത് വളരെ പനോരമിക് വ്യൂ നമുക്ക് മുകളിലോട്ട് ചെല്ലുമ്പോൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഒരു പൂവിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൂവിൻ്റെ ഫ്ലവറിൻ്റെ ഡിസൈനോട് കൂടിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നല്ല സൗകര്യത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കയറി അങ്ങോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് ഏറ്റവും മുകളിൽ ചെല്ലുമ്പം ഏത് സീസണിൽ ചെന്നാലും നമുക്ക് വളരെ ഒരു പ്രത്യേക അനുഭവം കാണാം. അയർലൻഡ് മുഴുവനായിട്ട് കാണുന്ന രീതിയിലുള്ളത് പോലും നമുക്ക് അവിടെ ചെന്നാൽ ഫീലിംഗ് തോന്നിപ്പോവും. ഒരുപാട് മനുഷ്യർ വരുന്നുണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന. ഇടയ്ക്ക് ഇതുപോലെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്, കാരണം ഒത്തിരി ദൂരമില്ലേ. അപ്പം ഇതിങ്ങനെ കയറി മുകളിലോട്ട് പോകും. അവിടെ ചെന്നതിന് ശേഷം ടോപ്പിൽ ചെല്ലുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്കിങ്ങോട്ട് വരാം. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അപ്പം സ്കിപ്പാക്കരുത്. ഇങ്ങനെ പോകുമ്പോൾ ഒരു വഴി ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നടന്ന് ചെന്നിട്ട് പിന്നെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ആ വ്യൂസൊക്കെ കണ്ടു. ആകാശത്ത് നിന്ന് ഭംഗിയായിട്ടാണ് ഈ സ്ഥലങ്ങൾ കാണുന്നത്. ഇതൊരു എക്സ്പീരിയൻസ്, ഒരു വേൾഡ് ക്ലാസ് വിസിറ്റർ ഒരു ഡെസ്റ്റിനേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഗൈഡഡ് ടൂറുണ്ട്. ഗൈഡഡ് ടൂറ് 1 മണിക്കൂർ ഗൈഡഡ് ടൂറാണ്. അത് ഞങ്ങൾ തന്നെ കറങ്ങി കണ്ടതേ ഉള്ളൂ. 500 ഏക്കറോളം ഈ അവൊണ്ടെയിൽ ഫോറസ്റ്റ് പാർക്കുണ്ട്. അതിനകത്ത് അറൗണ്ട് 1.4 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഉള്ളത്. ഇതിപ്പോൾ ഈ ടീ ടവറിലോട്ട് പോകുന്ന വഴിയാണ്. ഈ വഴിയെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. അയർലൻഡ് എപ്പോഴും ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് അയർലൻഡ് ഒരുപാട് ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് തരത്തിലുള്ള മരങ്ങളെക്കുറിച്ചിട്ടും മരങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അറ്റ് ഹോം വിത്ത് ദ പാർണൽ സിസ്റ്റം. നമ്മൾ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ പാർണൽ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളൊരു സ്റ്റാമ്പ് ഉണ്ടാക്കിയിടുക, അതാണ് നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു സ്റ്റാമ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിടുക. അത് നല്ലതാണ്. ആ കൂട്ടത്തിൽ തന്നെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് പലരും പല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് മനോഹരമായിട്ടുള്ള പ്രകൃതിയെ ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കാണുകയൊക്കെ ചെയ്യുക. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമെന്ന് തന്നെ പറയാം. ഇത് വെറും ഒരു ട്രീ കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം എന്നുള്ളതിൽ ഉപരി ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. നമ്മൾ പുള്ളിക്കാരൻ്റെ ഈ പാർണലിൻ്റെ വീടും ഒക്കെ ഇപ്പോഴും അവർ വളരെ ഭംഗിയായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അയർലൻഡിലെ ഒരു പുരാതന സംരക്ഷക കേന്ദ്രമായിട്ട് ഈ ഐറിഷുകാർ അങ്ങനെയാണ്. വളരെ പുരാതനമായിട്ടുള്ള എല്ലാം അവർ സംരക്ഷിച്ച് വെക്കുന്നൊരു പതിവുണ്ട്. ബിയോണ്ട് ദ ട്രീസ് വെറും ഒരു നാച്ചുറൽ ഒരു ടൂർ അട്രാക്ഷൻ സെൻ്റർ അല്ല, മറിച്ച് ഒത്തിരി സംസ്കാരവും ഒത്തിരി അറിവും ഒത്തിരി പ്രകൃതി ഭംഗിയും ഒക്കെ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നിങ്ങൾ ഒരിക്കൽ ഡബ്ലിനിലുള്ളവർക്ക് ഒരു 45 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അയർലൻഡ് ക്യാപിറ്റലായ ഡബ്ലിനിൽ നിന്ന് വിക്ലോ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ അയർലൻഡിലുള്ളവർ പോകണം, വിസിറ്റ് ചെയ്യാൻ വരുന്നവരും പോകണം.
എന്നുള്ളത് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നല്ല ഒരു സ്ഥലം, പ്രായമുള്ളവർക്കൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അവരെ അതുപോലെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ട് ആ തറയൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. ചവറുകളൊന്നുമില്ല. യൂറോപ്പിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഈ അനുഭവമൊക്കെ പ്രാപ്യമാക്കണമെങ്കിൽ യൂറോപ്പിലൊക്കെ വരാൻ നിങ്ങൾക്ക് വലിയ ചിലവൊന്നും ഇപ്പം നാട്ടിൽ നിന്നൊന്നും വരുന്നതിനൊന്നുമില്ല. അപ്പോൾ വിസയൊക്കെ വളരെ ഈസി ആയിട്ട് അനുവദിക്കുന്നുണ്ട്. കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. അവർ ഓരോ മരങ്ങളെക്കുറിച്ചിട്ടും ഓരോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അവരവിടെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നുണ്ട്. നല്ല നടപ്പാണ്, ഒട്ടും ആയാസകരമായിട്ട് എനിക്ക് തോന്നിയില്ല ഈ നടപ്പൊന്നും. അത് നല്ല മനുഷ്യരെ കാണാം, സന്തോഷമായിട്ട് യാത്രയെ ഇടയ്ക്ക് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ചില പാർക്കുകളല്ല, ചില കളിക്കാനൊക്കെയുള്ള സ്പോട്ടുകളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുമ്പോൾ നമുക്ക് നടക്കുന്നതിന് നമുക്ക് ഒരു ആയാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ പിന്നെ നല്ല മനോഹരമായിട്ട് ഇവിടെ വെച്ച് ട്രീ ടവറിലോട്ട് കയറി തുടങ്ങുന്നുണ്ട്. ഇതിന് മുകളിൽ സ്ലൈഡിങ് ഇത് കാണുന്നില്ല. ഇത് ഏറ്റവും മുകളിൽ നിന്ന് ഇവിടെ വരെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങി വരാം. അതിൻ്റെ ചാർജ് കൂടെ ചേർത്തിട്ടാണ് അവർ പിന്നെ ഇതിൽ മേടിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. അപ്പം അങ്ങനെ പിന്നെ ചെറിയൊരു ചാർജ് ഉണ്ട് മുകളിൽ കയറുമ്പോൾ. അത് ഒത്തിരി വലുതൊന്നുമല്ല. ഏറ്റവും മുകളിലോട്ട് പോകുമ്പം ഇങ്ങനെ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം കാണുവാനായിട്ട് നിങ്ങൾ സാധാരണ ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നതല്ല, പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയുടെ കൂടുതലും കൊണ്ടാണ് പിന്നെ മുകളിൽ ചെന്നിട്ടാണ് ഇത് ഈ 10 മിനിറ്റ് ഞാൻ 11 മിനിറ്റ് വീഡിയോ ആക്കിയത്. അതുകൊണ്ട് ക്ഷമിക്കുക, ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഈ ഇങ്ങനെ കയറി പോകുമ്പോൾ ഒട്ടും ആയാസം വരാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല പൊക്കമുണ്ട് കേട്ടോ. 1.4 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് മുകളിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. 1400 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ്. ഇങ്ങനെ കറങ്ങി പോകാം. മുകളിൽ എല്ലാ നിലകളിലും ഇവർ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ഷീണമുള്ളവർക്കൊക്കെ ഇരിക്കാം. വീൽ ചെയർ ആക്സസ് ഉണ്ട്. അതാണ് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത. എത്ര സൗഹൃദം ആയിട്ട് ആളുകളെ കീപ്പ് ചെയ്യുന്നത്. അപ്പം പിന്നെ വീൽ ചെയറിലും ആളെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. ബഗ്ഗി കൊണ്ടുപോകാം. എല്ലാ രീതിയിലും യൂറോപ്പെല്ലാം ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, മൃഗങ്ങളെക്കാളും പ്രകൃതിയോടൊപ്പം തന്നെ ആളുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥലമാണ് യൂറോപ്പ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾക്കും സ്ഥലങ്ങൾക്കും കൂടെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വ്യവസായത്തിനും ബിസിനസ്സിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആളുകൾക്കും പ്രകൃതിക്കും കൂടെ ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യൂറോപ്പിൽ വന്നതിന് ശേഷം. ഇങ്ങനെ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പോൾ, ഇങ്ങനെ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പിൽ ചെല്ലുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പനോരമിക് വ്യൂസ് നമുക്ക് അവിടെ കാണുന്നതാണ്. നോക്കി എന്ത് തെളിഞ്ഞ ആകാശം, എന്ത് നല്ല. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും നല്ലതാണ്. ഓരോ സമയത്ത് വരുമ്പോഴും നമ്മൾ ഫോട്ടോഗ്രാഫിക്ക് അനുസൃതമായിട്ടുള്ള ലെൻസുകൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പിക്ചർ കിട്ടും. ഞാൻ നല്ല ഫോട്ടോഗ്രാഫറൊന്നും അല്ല കേട്ടോ, എങ്കിലും വീഡിയോഗ്രാഫർ നല്ല പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇപ്പോഴും. എന്നാലും എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതൊക്കെ കാണുക എന്നുള്ളത് ജീവിതത്തിലൊരു വലിയൊരു അവസരം ഏകദേശം തന്നതായിട്ട് ഞാൻ കണക്കൂട്ടാണ്. ടവർ വ്യൂ, പിന്നെ ടീ ഡ്രോപ്പ് വാക്സ് നല്ല ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത്. ടവർ വ്യൂ ചെയ്യാനായിട്ടുള്ള 360 ഡിഗ്രി വ്യൂസ് മുകളിൽ നിന്ന് കിട്ടും വിക്ലോ മൗണ്ടൻ്റെ. അതാണ് ഏറ്റവും ഭംഗിയായിട്ട് പ്രത്യേകം എടുത്തു പറയേണ്ടത്. ട്രീ ടോപ്പ് ഒരു സ്പെക്യുലർ വ്യൂവിങ് ടവറാണ്. നമുക്ക് ദൂരെ കാഴ്ച കാണാനായിട്ട് അയർലൻഡ് മുഴുവനായിട്ട് അവിടുന്ന് കാണുന്ന പോലെ രീതിയിൽ തന്നെ നോക്കി എന്ത് ഭംഗിയായിട്ട് കാണാമെന്ന്. ഏറ്റവും മുകളിലോട്ട് കണ്ടില്ലേ നടക്കുന്നത്. ഞങ്ങൾ അവിടം വരെ പോയി. ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല എന്ത് രസമാക്കി ഇതൊക്കെ കാണാനായിട്ടും. അവിടുത്തെ പ്രകൃതി, ഇങ്ങനെ കിളികളൊക്കെ വന്ന് ഇത്രയും മുകളിലൊക്കെ കിളികൾ വന്നിരിക്കുന്നതൊക്കെ കാണാൻ, ഒരു ചെടിയിലൊരു ഒരു പക്ഷി ഇരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര മനോഹരമായിട്ട് തോന്നി. ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ആകാശം കാണാനും നല്ല തെളിമയുള്ള ആകാശം, എന്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ടെന്ന് ഞാൻ മുന്നമേ പറഞ്ഞുവല്ലോ. അപ്പം ഇങ്ങനെ നല്ല വീഡിയോകൾ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അയർലൻഡ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ യൂറോപ്പിൽ അടുത്ത വർഷം മുതൽ യൂറോപ്പിൽ ഇനി വരുന്ന പല വീഡിയോകൾ, യൂറോപ്പിലെ വീഡിയോകൾ, ക്രൂയിസ് വീഡിയോകൾ ഓരോന്ന് പതുക്കെ ഞാൻ യാത്ര ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജഗദീശൻ്റെ ആയുസ് തരുമെങ്കിൽ കാണിച്ചു തരാം. ഇതാ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി. മുകളിലെ വിക്ലോ മൗണ്ടൻസിൻ്റെ മുകളിൽ കാണുന്ന കാഴ്ച എന്ത് ഭംഗിയാണ്. താഴോട്ടുള്ള കാഴ്ചകൾ
ഒന്ന് അനുഭവിച്ചറിയേണ്ട. അതുപോലെ തന്നെ പ്രകൃതിയുടെ എന്തോരം നല്ല കാറ്റും എന്ത് നല്ല ഒരു സൗഹൃദമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ പോയ ദിവസം. ഇത് കുറച്ച് നാൾ മുമ്പ് സമ്മറിലെ കാഴ്ചയാണ്. അപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന് ബിയോണ്ട് ട്രീ വെറും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമല്ല, പ്രകൃതിയോട് കണക്ട് ചെയ്ത് മനസ്സിന് വളരെ മനസ്സിനെ പിന്നെ കാമായിട്ട് വെക്കാനായിട്ട്, നല്ല ക്വാളിറ്റി ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള നല്ല ഒരു വിസിറ്റാണത്. അതുകൊണ്ട് ഇത്രയും നേരം ഇനി പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരാം. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. താങ്ക് യു വെരി മച്ച് ഫോർ സ്റ്റാൻഡിങ് വിത്ത് മീ. ഇനിയും നല്ല വീഡിയോ ആയിട്ട് അടുത്ത സമയം ഇനിയും ഞാൻ വരാം. നല്ല പുതിയ വീഡിയോകളൊക്കെ തരാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിക്കുന്നതാണ്. അപ്പം ഇത്രയും നേരം നിന്നതിന് ഒരുപാട് സന്തോഷം. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെയും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കൂടെ നിൽക്കണം കേട്ടോ. നല്ല അങ്ങനെ ഇത് അവസാനത ഇതിൻ്റെ ഒരു എൻട്രൻസിൽ വരുന്നു. താങ്ക് യു. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.